ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായ ടർബോ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. വൈശാഖ് സംവിധാനം ചെയ്ത് മിഥു ഇമ്മാനുവൽ തിരക്കഥ എഴുതി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമാണ്. മമ്മൂട്ടിയെ തന്നെ നായകനാക്കി ഒരുക്കിയ ചിത്രം അതിഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രമാണ് പറയുന്നത്. പക്ഷെ ചിത്രം കണ്ടിറങ്ങിയാൽ നമുക്ക് ഒന്നുമേ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായ രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. മിഥു ഇമ്മാനുവലിൻ്റെ തിരക്കഥ അതിഗംഭീരമായിട്ടുള്ള മോശം തിരക്കഥകളിൽ ഒന്നായി ഇതിനെ വിലയിരുത്താം. അതിഗംഭീരമായി നല്ല രീതിയിൽ തിരക്കഥ എഴുതുന്ന ഒരാളാണ് മിഥു ഇമ്മാനുവൽ. നമുക്കെല്ലാവർക്കും അറിയാം. മിഥു ഇമ്മാനുവലിൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം, അതിഗംഭീര ചിത്രങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വൈശാഖിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മോശം ചിത്രം തന്നെ ഇത് പറയാം. കാരണം വൈശാഖ് ഇതിൽ കാണിച്ചിരിക്കുന്ന ആശയരംഗങ്ങൾ തന്നെ ഗംഭീരമായി തന്നെ മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ ഫൈറ്റും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വൈശാഖിന് തന്നെ നമുക്ക് പുലിമുരുകനും അതുപോലെ മധുരരാജയും അതുപോലെ തന്നെ പല ചിത്രങ്ങളുണ്ട് വൈശാഖിൻ്റെ നല്ല നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. ഇതിൽ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കോമഡി ആയിട്ടൊക്കെ തോന്നാം. ഈ ചിത്രം ഒരു കോമഡി ആക്ഷൻ ചിത്രമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും ചിത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബോറടിപ്പിക്കുന്നുണ്ട്. ആ തുടക്കം മുതൽ തന്നെ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ചിത്രം എങ്ങനെ പോകുന്നുണ്ട്. ചിത്രം ഒരു ലോജിക്കോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയം അതിഗംഭീരമായിട്ട് മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ന് വിചാരിച്ചുകൊണ്ട് ചിത്രം നമുക്ക് കാണാൻ മാത്രമുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ കൊണ്ട് ഈ പൈസ കളയാനുള്ള ചിത്രമില്ല. അതുപോലെ തന്നെയാണ് തെലുങ്കിൽ നിന്നും നമ്മളെ സുനിലിനെ കൊണ്ടുവരുന്നുണ്ട്. സുനിൽ നല്ല ആക്ടറാണ്, പക്ഷെ സുനിലിനെ ഒന്നുമില്ല സുനിലിനെ അഭിനയിക്കാനൊന്നും. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ രാജീവ് ഷെഡ്ഡിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രാജീവ് ഷെഡ്ഡി വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ രാജീവ് ഷെഡ്ഡിയുടെ അഭിനയം കുഴപ്പമില്ല. പക്ഷേ രാജീവ് ഷെഡ്ഡിക്ക് ഒന്നുമേ ചെയ്യാനില്ല. ചിത്രത്തിൽ രാജീവ് ഷെഡ്ഡി ഒരു വില്ലൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത്ര ക്രൂരതയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഒരു വില്ലനാണെങ്കിലും പക്ഷേ ക്രൂരതകൾ കുറേ ഉണ്ടെങ്കിലും കുറേ ആക്ഷൻ രംഗങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേയേറെ ആളുകളെ കൊല്ലുന്ന രീതിയിലൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല. ചിത്രം ചെയ്തിരിക്കുന്ന വൈശാഖിൻ്റെ സംവിധാനം മോശമെന്നല്ല, പക്ഷേ ഈ ചിത്രത്തിൽ വൈശാഖിൻ്റെ സംവിധാനത്തിൽ വളരെ രീതിയിൽ മോശം രീതിയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ മേക്കിംഗ് കുഴപ്പമില്ല എന്ന് പറയെങ്കിലും പക്ഷെ നമുക്ക് ഈ ആക്ഷൻ രംഗങ്ങളൊന്നും അങ്ങനത്തെ ദഹിച്ച് കിട്ടുന്നില്ല. ഒരു ഗംഭീര ആക്ഷനൊന്നും പറയാനില്ല. അടിയൊക്കെ ഗംഭീരമായിട്ട് കുറേ നേരത്തെ ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ആ ഫൈറ്റ് അത്രയും നമുക്ക് പ്രേക്ഷകർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിരിക്കാൻ കഴിയുന്നില്ല. ഈ ചിത്രം തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒന്നുമേ ഇല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോയി കാണാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ 150 രൂപ കൊടുത്തും അതുപോലെ തന്നെ നമ്മൾ അത്രയും പൈസ കൊടുത്തും നമ്മളവിടെ പോയി കാണാനുള്ള ഒന്നുമില്ല. ഇന്ന് 9 മണിക്കാണ് ഞാൻ ഷോക്ക് കയറിയത്. പക്ഷേ ആ മഴയത്ത് ഞാൻ പോയി കാണാനുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രയും വലിയ ട്രെയിലറും കാര്യങ്ങളും ഇറങ്ങി അത്രയും വലിയ ഇതുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ പോയി കണ്ടത്. പക്ഷേ അതിനുള്ള ഒന്നും പടത്തിലില്ല. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് ഈ പടം തീർച്ചയായും എനിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.